ശ്രീ സന്ദീപ് വാര്യർ, അങ്ങ് ഒരു ബൂത്തിൽ പോയി കള്ളവോട്ട് നടത്തിയ ഒരാളെ തടഞ്ഞു നിർത്തുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. അങ്ങനെയുള്ളതൊക്കെ പരാജയം കണ്ടുള്ള ജാമ്യം എന്നുള്ളതാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞത്. ഈ മാധു, ഈ വടക്കൻ മലബാറിലെ ഇത്തരം ചില പോക്കറ്റുകളുണ്ട്, CPM-ൻ്റെ പാർട്ടി ഗ്രാമങ്ങളടക്കമുള്ള പോക്കറ്റുകളുണ്ട്. ഇവിടെ ഈ കള്ളവോട്ടെന്ന് പറയുന്ന ഒരു ആചാരം പോലെയാണ്. അത് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള കുറേ ആളുകൾ, അത്തരം ഒരു പ്രദേശത്താണ് ഞാൻ ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോയിട്ടുള്ളത്. അവിടെ ഉദിനൂർ എന്ന് പറയുന്ന ബൂത്തിൽ ഞാൻ നേരിട്ട് പോയി കയ്യോടെ കള്ളവോട്ട് പിടിച്ചു. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ ആധാർ കാർഡ് കൊണ്ടുവരികയാണ്. ആധാർ കാർഡ് വരുന്ന സമയത്ത് പ്രിസൈഡിങ് ഓഫീസർ ഈ ആധാർ കാർഡ് വാങ്ങി പേര് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു. ശരി, വീട്ടുപേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവന് വീട്ടുപേര് ഓർമ്മയില്ല, സ്വന്തം വീട്ടുപേര് പറയാൻ പറ്റിയില്ല, കള്ളവോട്ടാണ്. ഞാൻ ഉടൻ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു ഇത് പോലീസിന് കൈമാറണം എന്ന് പറഞ്ഞപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ CPM-ൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വീട്ടുപേര് ചോദിച്ചത്. പ്രിസൈഡിംഗ് ഓഫീസർ പറയുകയാണ് കള്ളവോട്ട് ചെയ്യാത്തത് കൊണ്ട് പോലീസിന് കൈമാറേണ്ട കാര്യമില്ല. പോലീസ് അവനെ പിടിച്ചു വെച്ചു. പക്ഷേ പ്രിസൈഡിംഗ് ഓഫീസർ ആവശ്യപ്പെടുന്നില്ല അറസ്റ്റ് ചെയ്യാൻ. കള്ളവോട്ടിന് വന്നയാളെ, ഒരു വനിതയായ പ്രിസൈഡിംഗ് ഓഫീസർ, ഉദിനൂരിലെ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ മനഃപൂർവ്വം ആ കള്ളവോട്ട് ചെയ്യാൻ വന്നയാളെ രക്ഷപ്പെടാൻ വേണ്ടി അനുവദിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഒരു കള്ളവോട്ടല്ല, എൻ്റെ കണ്ണിന്റെ മുന്നിലൂടെ സ്ത്രീ കള്ളവോട്ടിന് പോയി. അത് സ്ത്രീ ആയതുകൊണ്ട് ഞാൻ കയറി ഇടപെട്ട് 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. മാധ്യമങ്ങൾ കാണാതെ, ഫോണിൽ ദൃശ്യങ്ങൾ പതിയാതെ മുഖം പൊത്തി ഇറങ്ങിപ്പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ വോട്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ചെയ്യാനുള്ള വ്യാജരേഖയുമായി വന്നപ്പോൾ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് ആ ബൂത്തിൽ നിന്ന് അയാൾക്ക് നിയമത്തിന്റെ പിടിയിൽപ്പെടാതെ പോകാൻ കഴിഞ്ഞത്. അല്ല, വാസ്തവത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ CPM-ൻ്റെ അനുഭാവിയായിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർ ഒരു ബൂത്തിലല്ല മാധു, അവിടെ പിലിക്കോടും അതുപോലെ നമ്മുടെ കയ്യൂർ ചീമേനി പഞ്ചായത്തിലും തൃക്കരിപ്പൂരിലെ ഈ പറയുന്ന ഉദിനൂർ പടന്നയിലെ ഉദിനൂർ പോലെയുള്ള ബൂത്തിലുമൊക്കെ CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ചില ബൂത്തുകളിൽ, ഈ ബൂത്തുകളിലൊക്കെ വ്യാപകമായ കള്ളവോട്ട് നടന്നിട്ടുണ്ട്. ഓരോ ബൂത്തിലും സാധാരണ അനുവദിക്കപ്പെടുന്ന ഓപ്പൺ വോട്ടുകളെക്കാൾ കൂടുതൽ 200 ഓപ്പൺ വോട്ടുകൾ വരെ ഒരു ബൂത്തിൽ ചെയ്ത സ്ഥലങ്ങളുണ്ട്. കാരണം ആ ഓപ്പൺ വോട്ടുകൾ എന്ന് പറയുന്നത് അതിൻ്റെ രസകരമായ കാര്യം, CPM-ൻ്റെ അണികളുടെ വോട്ടുകൾ തന്നെയാണ് ഓപ്പൺ വോട്ടുകളായി ചെയ്യിപ്പിക്കുന്നത്. അത് പാർട്ടിക്ക് വിശ്വാസമില്ല, സഖാക്കളെ വിശ്വാസമില്ല. അവർ പോയി പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്താൽ അവർ സന്ദീപിന് വോട്ട് ചെയ്യുന്ന ഭയമുള്ളത് കൊണ്ട് അത് ഓപ്പൺ വോട്ടാക്കി ചെയ്യിച്ചു. പാർട്ടിക്ക് സ്വന്തം സഖാക്കളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ കള്ളക്കണക്കുകൾ, ഈ കള്ളവോട്ടിൻ്റെ കാര്യം മാത്രമല്ല, ഈ അവിടെ ഒരു സിസ്റ്റം മൊത്തം, അതായത് കള്ളവോട്ടിന് വേണ്ടി ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതിന് പിന്നെ ആ പോളിംഗ് ബൂത്തിൽ ചായ കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഹരിതകർമ്മ സേനയിലെ സഖാക്കൾ മുതൽ, അതല്ലെങ്കിൽ അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർമാരായിട്ടും ഈ ഇലക്ഷൻ ഉദ്യോഗസ്ഥരായിട്ട് നിയോഗിക്കപ്പെടുന്ന സഖാക്കൾ, അവിടുത്തെ പാർട്ടിക്കാർ. എൻ്റെ ഈ ഉദിനൂർ ബൂത്തിൽ ഞാൻ പോകാൻ കാരണമുണ്ട്, അതാണ് ഏറ്റവും ശ്രദ്ധേയം. എൻ്റെ ഇൻ ഏജൻ്റ് ആയിട്ടുള്ള ഒരു വനിതയായിട്ടുള്ള മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിരുന്നു. ആ 3 മണി വരെ ആ സ്ത്രീ അവിടെ ഇരുന്ന് കള്ളവോട്ടുകളെ ചലഞ്ച് ചെയ്ത് തടഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു രക്ഷയില്ലാതായപ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീയുടെ നേർക്ക് നായക്കൊരണ പൊടിയെറിഞ്ഞ് ശരീരത്തിൽ ആകെ ചൊറിഞ്ഞ് അവർക്ക് ആ ബൂത്തിലിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. ഞാൻ ആ വിവരം അറിഞ്ഞ് ഞാൻ ആ സമയത്ത് ഏകദേശം 1 മണിക്കൂർ ദൂരെയായിരുന്നു. ഞാൻ ഓടി ആ ബൂത്തിലേക്ക് വരികയാണ്. ഞാൻ വരുന്ന സമയം വരെ ഏകദേശം 1.5 മണിക്കൂർ നേരം അവിടെ ധാരാളം കള്ളവോട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്ന സമയത്ത് CPM-ൻ്റെ പ്രവർത്തകർ, DYFIക്കാർ അവിടെ കള്ളവോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളെ കണ്ടതോടി അവർ ഓടി അവിടുന്ന്. ഞങ്ങൾ പുറകെ പോയി ബാക്കിലെ ഗേറ്റ് തുറന്നു കൊടുത്തിരിക്കുകയാണ്, സൗകര്യം ചെയ്തിരിക്കുകയാണ്. അവിടെ ഞാൻ അവസാനം ആ ബൂത്തിൽ കുത്തിയിരിക്കേണ്ട സാഹചര്യം വന്നു. 6 മണിക്ക് ബൂത്ത് അടയ്ക്കുന്നവരെ ഞാൻ കുത്തിയിരുന്ന് ഒരു 50 കള്ളവോട്ടുകൾ ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഇതും എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ട്. ഒരു മിനിറ്റ്, ഇനി അദ്ദേഹം പറഞ്ഞ അവിടുത്തെ വികസന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ 2500 കോടി വികസനം നടത്തി എന്നൊക്കെ പറയുമ്പോൾ അവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കുടിവെള്ളം ഇല്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം. ഉപ്പ് കലർന്ന കുടിവെള്ളമാണ് പല സ്ഥലങ്ങളും കിട്ടുന്നത്. ഞങ്ങളോട് പല ആളുകളും ഉപ്പില്ലാത്ത വെള്ളം തരാൻ പറ്റുമോ മോനെ ചോദിച്ചു പല സ്ഥലങ്ങളിലും. Debate with Madhu Saji.